Hello students, today we will consider the modes of radioactive decay. Radioactive decay മൂന്ന് തരത്തിലാണുള്ളത്: ആൽഫ ഡീക്കേ, ബീറ്റ ഡീക്കേ ആൻഡ് ഗാമ ഡീക്കേ. ആൽഫ ഡീക്കേ എന്നുള്ളത് ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷനാണ്. ആൽഫ പാർട്ടിക്കിൾ ഈസ് ദി ഹീലിയം ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് 2He4. 2He4 ആണ് ആൽഫ പാർട്ടിക്കിൾ. സോ ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തതിന് ശേഷം ആ ന്യൂക്ലിയസ് മറ്റൊരു ന്യൂക്ലിയസായി ട്രാൻസ്ഫോം ചെയ്യും. ആ പുതിയ ന്യൂക്ലിയസ് ആണ് ഡോട്ടർ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത, അവിടെ ആദ്യത്തെ ന്യൂക്ലിയസിൽ നിന്നും ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് നമ്പർ 2 റെഡ്യൂസ് ചെയ്യും, മാസ് നമ്പർ 4 റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഈസ് ദി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ. എക്സിൽ നിന്നും ഹീലിയം ന്യൂക്ലിയൈ വിച്ച് ഈസ് ദി ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. സോ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തതിന് ശേഷം എക്സ് എന്നുള്ള ന്യൂക്ലിയസ് വൈ ആയി മാറി. സോ വൈ എന്ന ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് നമ്പർ എക്സിനേലും 2 കുറഞ്ഞു. ദാറ്റ് ഈസ് വൈ എന്നുള്ള ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് നമ്പർ Z-2 ആൻഡ് മാസ് നമ്പർ A-4. അതിന് എക്സാമ്പിളാണ് റേഡിയം. സോ റേഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 88 ആയിരുന്നു. സോ 88 എന്നുള്ള ആറ്റോമിക് നമ്പറിൽ നിന്നും 86 ആയി മാറി. ആൻഡ് an alpha particle is emitted. അതുപോലെ മാസ് നമ്പർ 226 ആയിരുന്നു. അതിൽ നിന്ന് ഹീലിയം ന്യൂക്ലിയസ് പോയി കഴിഞ്ഞപ്പോൾ ദി ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ 222 ആയി മാറി, അതായത് 4 കുറഞ്ഞു. സോ ദിസ് ഈസ് an ആൽഫ ഡീക്കേ. സോ ആൽഫ ഡീക്കേ നടക്കാനുള്ള കാരണം എന്താണ്? സോ ഹെവി ന്യൂക്ലിയയിൽ നിന്നാണ് ആൽഫ ഡീക്കേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹെവി ന്യൂക്ലിയൈ എന്ന് വെച്ചാൽ പ്രോട്ടോൺ നമ്പർ വളരെ വലുതായിരിക്കും. സോ പ്രോട്ടോൺ നമ്പർ വളരെ വലുതായിരിക്കുമ്പോൾ ദ കുളം റിപ്പൾസീവ് ഫോഴ്സ് ഈസ് വെരി ഹൈ ദാൻ ദി സ്ട്രോങ് ന്യൂക്ലിയർ അട്രാക്റ്റീവ് ഫോഴ്സ്. സോ റിപ്പൾസീവ് ഫോഴ്സ് കൂടുമ്പോൾ ദ ന്യൂക്ലിയസ് വിൽ ബി ഇൻസ്റ്റേബിൾ. സോ അങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ ദ ന്യൂക്ലിയസ് ബിക്കം മോർ സ്റ്റേബിൾ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആൽഫ ഡീക്കേ. ദിസ് ഈസ് ജസ്റ്റ് an introduction to alpha decay. Next is beta decay. സോ ബീറ്റ ഡീക്കേ എന്നുള്ളത് സ്പോണ്ടേനിയസ് ഡീക്കേ പ്രോസസ് ഇൻ വിച്ച് മാസ് നമ്പർ ഈസ് അൺചേഞ്ച് ബട്ട് ദ ആറ്റോമിക് നമ്പർ ചേഞ്ച്. അതായത് മാസ് നമ്പറിന് ചേഞ്ച് സംഭവിക്കില്ല, ആറ്റോമിക് നമ്പറിന് ചേഞ്ച് വരാം. വേണമെങ്കിൽ 1 കൂടാം അല്ലെങ്കിൽ 1 കുറയാം. ബീറ്റ ഡീക്കേ 3 തരത്തിലാണുള്ളത്. ദാറ്റ് ഈസ് ബീറ്റ മൈനസ് ഡീക്കേ, ബീറ്റ പ്ലസ് ഡീക്കേ ആൻഡ് ഇലക്ട്രോൺ ക്യാപ്ചർ. സോ ബീറ്റ മൈനസ് ഡീക്കേ എന്താണെന്ന് നോക്കാം. സോ ബീറ്റ മൈനസ് ഡീക്കേ ഈസ് ഓൾസോ കോൾഡ് ഇലക്ട്രോൺ എമിഷൻ ഓർ നെഗട്രോൺ ഡീക്കേ. സോ ബീറ്റ മൈനസ് ഡീക്കേയിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടിട്ടാണ് അതിനെ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളുടെ ഇക്വേഷൻ 3.9.2 നോക്കാം. ദാറ്റ് ഈസ് ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആൻറ്റി ന്യൂട്രിനോ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ ബീറ്റ മൈനസ് ഡീക്കേ. അതായത് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ ആയി മാറുന്നു. സോ ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ എന്ന് വെച്ചാൽ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ന്യൂട്രിനോ. ന്യൂട്രിനോയുടെ ആൻറ്റി പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ. സോ ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആൻറ്റി ന്യൂട്രിനോ. സോ ന്യൂക്ലിയസിലുള്ള ന്യൂട്രോൺ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ അകത്ത് തന്നെ
നിൽക്കും. പക്ഷേ ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോയും ന്യൂക്ലിയസിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റായി പോകും. സോ ഇവിടെ സംഭവിക്കുന്നത് ന്യൂട്രോൺ മാറി പ്രോട്ടോണും ഇലക്ട്രോണുമായി. സോ ഹിയർ ദി ആറ്റോമിക് നമ്പർ ഓഫ് ദി ന്യൂ ന്യൂക്ലിയസ് ഇൻക്രീസസ് ബൈ 1. അതായത് ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയപ്പോൾ പ്രോട്ടോണിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് ആറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. പക്ഷേ മാസ് നമ്പറിന് ചേഞ്ച് ഇല്ല. മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ്. സോ ന്യൂട്രോൺ ഇവിടെ 1 കുറഞ്ഞ് പ്രോട്ടോൺ 1 കൂടിയെങ്കിലും ഇൻ എഫക്റ്റ് മാസ് നമ്പർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഹിയർ ദി ആറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബട്ട് ദി മാസ് നമ്പർ റിമെയിൻസ് സെയിം. നെക്സ്റ്റ് ഈസ് പോസിട്രോൺ എമിഷൻ. പോസിട്രോൺ എമിഷൻ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് ഡി കെ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാം. പ്രോട്ടോൺ ഗീവ്സ് ന്യൂട്രോൺ പ്ലസ് പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ. The beta plus particle is simply a positron. Therefore, this decay is called positron decay. So, ഇവിടെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺ ന്യൂട്രോണും പോസിട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോവുമായി കൺവേർട്ട് ആവുന്നു. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആവുന്നു. സോ പ്രോട്ടോണിൻ്റെ നമ്പർ 1 കുറഞ്ഞു. സോ ആറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. പക്ഷേ മാസ് നമ്പർ സെയിം ആണ്. അതായത് പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആയി. സോ പ്രോട്ടോൺ നമ്പർ 1 കുറഞ്ഞെങ്കിലും ന്യൂട്രോണിൻ്റെ നമ്പർ 1 കൂടി. സോ ഇൻ എഫക്റ്റ് മാസ് നമ്പർ ചേഞ്ച് ആയില്ല. മാസ് നമ്പർ ഈസ് ദി സം ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് എക്സ് ആയിരുന്നു നമ്മളുടെ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ. എക്സിൽ നിന്ന് പോസിട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോയും ഫോം ചെയ്തു. വൈ ഇസ് ദി ഡോട്ടർ ന്യൂക്ലിയസ്. സോ ഹിയർ ആറ്റോമിക് നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1. പക്ഷേ മാസ് നമ്പർ സെയിം ആണ്. സോ മാസ് നമ്പർ ഈസ് എ, ആറ്റോമിക് നമ്പർ ഈസ് Z-1. അതിൻ്റെ എക്സാമ്പിളാണ് സോഡിയം. സോ ഇവിടെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോൺ ക്യാപ്ചർ. സോ ഇലക്ട്രോൺ ക്യാപ്ചറിന് തന്നെ നമ്മൾ പറയുന്നത് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ ഓർ ഇലക്ട്രോൺ ക്യാപ്ചർ ഓർ EC-decay പ്രോസസ്. സോ ഇലക്ട്രോൺ ക്യാപ്ചർ എന്താണ്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോൺ ഓർബിറ്റൽ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ. സോ ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലാണ് കെ ഷെൽ. സോ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോൺ കെ ഷെല്ലിലെ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യും. അതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ. സോ ദ പ്രോബബിലിറ്റി ദാറ്റ് ദി captured orbital electron will be from the K shell is therefore much greater than that for any other shell. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ, ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോൺ കെ ഷെൽ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്ത് ഗീവ്സ് ന്യൂട്രോൺ പ്ലസ് ഇലക്ട്രോൺ ന്യൂട്രിനോ. സോ ഇവിടെ as in positron emission, here also the atomic number of the daughter is 1 less than that of parent, while the atomic mass number remains unchanged. അതായത് ഇവിടെ പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആയി. സോ ആറ്റോമിക് നമ്പർ ഇവിടെ 1 കുറഞ്ഞു, മാസ് നമ്പർ സെയിം ആണ്. പ്രോട്ടോൺ ന്യൂട്രോൺ ആയപ്പോൾ പ്രോട്ടോൺ നമ്പർ 1 കുറഞ്ഞു, ന്യൂട്രോൺ നമ്പർ 1 കൂടി. So in effect mass number is the neutron plus proton. ഇപ്പോൾ മാസ് നമ്പറിന് ചേഞ്ച് വന്നില്ല. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. സോ സിൻസ് ഇലക്ട്രോൺ ക്യാപ്ചർ
competes with beta plus decay, so a nucleus may decay by more than one mode. The electron capture decay is energetically more probable than beta plus decay since there is no beta particle emission in EC decay. So beta plus decayനെക്കാളും മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഡീക്കേ ആണ് ഇലക്ട്രോൺ ക്യാപ്ചർ ഡീക്കേ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബീറ്റ മൈനസ് ഡീക്കയിൽ നമുക്കറിയാം ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ. സോ അവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രോൺ ഒരിക്കലും ഓർബിറ്റൽ ഇലക്ട്രോൺ അല്ല. ന്യൂക്ലിയസിൻ്റെ അകത്ത് സ്പോണ്ടേനിയസ്ലി ഫോം ചെയ്യുന്ന ഇലക്ട്രോൺ ആണ്. സോ ആ ഇലക്ട്രോണും ഓർബിറ്റൽ ഇലക്ട്രോണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഇലക്ട്രോണും പോസിട്രോണും ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ ഇൻസൈഡ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ ക്രിയേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് എമിഷൻ. സോ സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് ന്യൂക്ലിയസിൽ നിന്നും എമിറ്റായി പോകും. സോ ദീസ് 2 points ആർ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഈസ് ഇൻവേഴ്സ് ബീറ്റ ഡീക്കേ. ഇൻവേഴ്സ് ബീറ്റ ഡീക്കേ എന്നുള്ളത് in this type of decay a proton in the nucleus captures orbital electron. അതായത് ന്യൂക്ലിയസിൻ്റെ അകത്തെ പ്രോട്ടോൺ ഒരു ഓർബിറ്റൽ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രീനോ. അതായത് നമ്മൾ നേരത്തെ കണ്ട അതേ രീതിയിലാണ് ഇൻവേഴ്സ് ബീറ്റ ഡീക്കേ. ദാറ്റ് ഈസ് ഇക്വേഷൻ 3.9.4. സോ ന്യൂട്രോൺ ഫോം ചെയ്യുന്നു എങ്ങനെ? പ്രോട്ടോണും ഇലക്ട്രോണും കമ്പൈൻ ചെയ്ത് ന്യൂട്രോണും ഇലക്ട്രോൺ ന്യൂട്രീനോയും ഫോം ചെയ്യുന്നതാണ് ഇൻവേഴ്സ് ബീറ്റ ഡീക്കേ. നെക്സ്റ്റ് ഈസ് ഗാമ ഡീക്കേ. ഗാമ ഡീക്കേ എന്നുള്ളത് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, അതായത് ബീറ്റ പ്ലസ് ബീറ്റ മൈനസ് ഡീക്കേ നടന്നതിന് ശേഷമായിരിക്കും ഗാമ ഡീക്കേ ഫോം ചെയ്യുക. സോ എക്സൈറ്റഡ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദി ഡോട്ടർ ന്യൂക്ലിയസ്. സോ എക്സൈറ്റഡ് ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ആണ് ഗാമ ഡീക്കേ. ആ റേഡിയേഷൻസ് മോണോ എനർജറ്റിക് റേഡിയേഷൻസ് ആണ്. ദാറ്റ് ഈസ് അവിടെ X star, which is the excited nuclei, changes to X plus photon. സോ ഇവിടെ എമിറ്റ് ചെയ്യുന്നത് ഫോട്ടോൺ ആണ്. ഫോട്ടോണിൻ്റെ എനർജി ഡിഫറൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫൈനൽ ആൻഡ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി ന്യൂക്ലിയസ്. സോ ഫൈനൽ സ്റ്റേറ്റ് ആണ് എക്സ്, ഇനീഷ്യൽ സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, ദാറ്റ് ഈസ് എക്സ് സ്റ്റാർ. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, എനർജി ഡിഫറൻസ് ആണ് ഫോട്ടോണിൻ്റെ എനർജി. ദിസ് ഓഫൻ occurs after alpha or beta decay when the daughter nucleus is left in an excited state. In gamma decay, there is no change either in atomic number or mass number, since the gamma decay does not involve the gain or loss of protons or neutrons. സോ നേരത്തെ കണ്ട ഡീക്കേ വെച്ച് നോക്കുകയാണെങ്കിൽ ഗാമ ഡീക്കേക്ക് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ചേഞ്ച് ചെയ്യാതിരിക്കും. കാരണം ഇവിടെ പ്രോട്ടോണോ ന്യൂട്രോണോ എമിറ്റ് ചെയ്യുന്നില്ല, പകരം ഫോട്ടോണാണ് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോൺ എമിറ്റ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസ് നോർമൽ സ്റ്റേറ്റിൽ വരും. സോ ദിസ് ഈസ് എ ഗാമ ഡീക്കേ. സോ നമ്മളിന്ന് കൺസിഡർ ചെയ്തത് ആൽഫ ഡീക്കേ, ദെൻ ബീറ്റ ഡീക്കേ. ബീറ്റ ഡീക്കേ 3 തരത്തിലുണ്ട്: ബീറ്റ പ്ലസ്, ബീറ്റ മൈനസ് ആൻഡ് ഇലക്ട്രോൺ ക്യാപ്ചർ, ദെൻ ഇൻവേഴ്സ് ബീറ്റ ഡീക്കേ, ദെൻ ദ തേർഡ് ഗാമ ഡീക്കേ. I hope you all understand about these topics. Let's see in the next class. Thank you for listening.